അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ കൊല്ലവും വന്നിട്ട് ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് പപ്പാഞ്ഞി കത്തിക്കലും പിന്നെ എന്താണ് കാർണിവൽ റാലിയും മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ പലർക്കും തന്നെ അറിയില്ല. അപ്പോൾ എല്ലാവരും കിട്ടിയിട്ടില്ല, കുറച്ച് പേരുടെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് പരിചയപ്പെടുത്താം എല്ലാവരും. അപ്പോൾ എന്താണ് ഇത്ര നാളത്തെ എക്സ്പീരിയൻസും പിന്നെ നമ്മുടെ കാണികളോട് എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? എൻ്റെ പേര് PJ ജോസി എന്നാണ്. ഞാൻ ഈ കാർണിവലിൻ്റെ ആദ്യകാലം മുതലുള്ള 84 മുതലുള്ള ഒരാളാണ്. ഈ കാർണിവൽ തന്നെ ആരംഭിക്കുന്നത് അന്ന് യുവജന വർഷമാണ് 1984. 85 കടക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഒരുപറ്റം യുവാക്കളെല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ കാർണിവൽ എന്ന് പറഞ്ഞ ഒരു സംഘടന. ആദ്യം ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഡിസംബറിൻ്റെ ഒരു ഫെസ്റ്റിവൽ, അതുപോലെ നവംബറിൻ്റെ ഒരു ഫെസ്റ്റിവൽ, നവഫെസ്റ്റ എന്ന് പറയുന്നത് നവംബറിൻ്റെ ഫെസ്റ്റിവൽ, അത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരംഭം കുറിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ കാർണിവൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. ആ കൺസെപ്റ്റിലേക്ക് എത്തിയ സമയത്ത് അന്ന് ഫോർട്ട് കൊച്ചിയിലൊരു സബ് കളക്ടർ ഉണ്ടായിരുന്നു. അന്ന് RDO എന്നാണ് പറയുന്നത്. അത് KB വത്സലകുമാരിയായിരുന്നു. ആ വത്സലകുമാരിയുടെ നേതൃത്വത്തിൽ അന്ന് ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന അന്നൊരു 50 മേലെ സംഘടനകളുണ്ടായി. ആ സംഘടനകളെല്ലാവരും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഫോർട്ട് കൊച്ചി RDO ഓഫീസിൽ കൂടി. അങ്ങനെയാണ് ഈ കൊച്ചിൻ കാർണിവലിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കുന്നത് അന്ന്. അപ്പോൾ അതിനു മുമ്പ് ഈ കാർണിവൽ ആരംഭിക്കുന്നതിന് ഇവിടെയുള്ള ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തരം ആൾക്കാരെ ഉണ്ടായിരുന്നു. ഒന്ന് ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന കുറേ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ സാധാരണ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സമ്പന്നരായിട്ടുള്ള ആൾക്കാരൊക്കെ കൂടി ഒരു ഉത്സവങ്ങൾ നടത്താൻ അവർ തീരുമാനിച്ചു. പക്ഷെ അത് അന്ന് നടത്താൻ സാധിച്ചില്ല. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ കാർണിവലിലേക്ക് കടന്നത്. കാർണിവൽ അന്ന് ആരംഭിക്കുന്നത് ഡിസംബറിൻ്റെ ഫെസ്റ്റിവൽ ആയിട്ടാണ് ഇത് കാർണിവൽ തുടങ്ങുന്നത്. അതന്ന് ഇങ്ങനെ ഓരോ ഇടക്കിടക്കുള്ള ആഴ്ചകളിൽ ഓരോ പരിപാടികളൊക്കെ നടത്തി ഞങ്ങൾ ജാനുവരി വന്നപ്പോൾ ഒരു കാർണിവൽ ഒരു റാലി നടത്തി. അത് ഇന്ന് കാണുന്ന 2.5 കിലോമീറ്റർ ദൂരമുള്ള KBJK റോഡിലൂടെയല്ല ഞങ്ങൾ നടത്തി. അന്നൊരു കുറച്ച് സ്ഥലത്ത്, ഫോർട്ട് കൊച്ചിയിലുള്ള കുറച്ച് സ്ഥലത്ത് മാത്രമേ ഈ റാലി നടത്തി. അന്നൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാവരും യുവജനങ്ങളൊക്കെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന സമയത്ത് അന്നിവിടെ ജ്യൂസ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 14 എത്നിക്സ് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പാണ് ജ്യൂസ് കമ്മ്യൂണിറ്റി. അതിൻ്റെ അധിപനായിരുന്നു കോഡർ, SS കോഡർ എന്നറിയപ്പെടും. കോഡർ അന്ന് ഈ കാർണിവലിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് കാർണിവലിൻ്റെ റാലിയിൽ പങ്കെടുത്തതാണ് ഏറ്റവും ഫസ്റ്റ്. അന്ന് മുതലാണ് ഈ കാർണിവൽ തുടങ്ങുന്നത്, റാലി തുടങ്ങുന്നത്. അതിനുശേഷം പിറ്റേ വർഷം ഞങ്ങൾ യുവജന വർഷം തുടങ്ങി. അതിനുശേഷം ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളുണ്ട്: പങ്കാളിത്തം, വികസനം, സാഹസികത, പരിസ്ഥിതി. ഞങ്ങൾ ഈ വിഷയങ്ങൾ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കാർണിവൽ എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടായത്. അന്ന് ഇതിൻ്റെ ചെയർമാനായിട്ട് ഞങ്ങൾ എടുത്തത് KB വത്സലകുമാരി RDO ആയിരുന്നു. അതിൻ്റെ ജനറൽ കൺവീനർ അന്നത്തെ ഡെപ്യൂട്ടി മേയറായിരുന്ന KG സോഹൻ. അതിനുശേഷം അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഇതിൻ്റെ കണക്കുകളൊക്കെ നോക്കാനായിട്ട് ഒരാളുണ്ട്. അതന്ന് ആസ്പിനുള്ള ഒരു ഉദ്യോഗസ്ഥനായ VC ജോസഫ് എന്ന് പറയും, ജോപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ ആദ്യകാലം മുതലുള്ള ജനറൽ സെക്രട്ടറി. അങ്ങനെ ഇത് കാർണിവൽ അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ വിവിധ പരിപാടികളോട് ഞങ്ങൾ ആഘോഷിച്ചു. ഡിസംബറിൻ്റെ 2ാമത്തെ ആഴ്ച ഇവിടെ ഒരു യുദ്ധസ്മാരകമുണ്ട്. യുദ്ധസ്മാരകം എന്ന് പറഞ്ഞാൽ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിന് മുമ്പിൽ ഒരു 2ാം ലോകമഹായുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമാണ്. ആ സ്മാരകത്തിൽ ഒരു പ്രതിജ്ഞയും ഒരു റീത്ത് സമർപ്പണവും എല്ലാം നടത്തിയിട്ടാണ് ഞങ്ങൾ ഈ കാർണിവൽ തുടങ്ങുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് ഇന്ത്യൻ നേവിയാണ്. ഇന്ത്യൻ നേവി അന്ന് ഈ പരിപാടി ഏറ്റെടുത്ത് അവർ മുന്നോട്ട് വന്നു. അവരാണ് എല്ലാ ഒരുക്കങ്ങളും, അവരുടെ ലാസ്റ്റ് പോസ്റ്റും അതുപോലെ തന്നെ അവരുടെ കമാൻഡർ വന്ന് റീത്ത് സമർപ്പണവും അവരുടെ നേവൽ ടീമും എല്ലാം കൂടെ വരുന്നില്ല അന്ന് മുതലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് കാർണിവൽ പിറ്റേ ഞായറാഴ്ച ഞങ്ങൾ ഫ്ലാഗ് കൊടികൾ, അന്ന് പങ്കെടുത്ത 52ഓളം വരുന്ന സംഘടനകളുടെ കൊടികൾ ഞങ്ങൾ അന്ന് നിങ്ങൾ കാണുന്ന ഈ അഴിമുഖത്തിൻ്റെ അവിടെ ഒരു കടകളും ഉണ്ടായില്ല, ഒരു കടയുമില്ല, ഒന്നുമില്ല. അവിടെ ഒരു മേരിച്ചേച്ചിയുടെ ഒരു ചെറിയ C ക്ലാസ് കടയല്ലാതെ വേറെ ഒന്നും ഈ ഫോർട്ട് കൊച്ചിയിലുണ്ടായി. ചീന വലകൾ മാത്രമുണ്ടായി. അതിനവിടെ കല്ല് ഇട്ടിരുന്നു, സീവാളുണ്ടായിരുന്നു. ആ സീവാളിൻ്റെ അടുത്താണ് ഞങ്ങൾ ആദ്യമായിട്ട്
കുഴി എന്നൊക്കെ വലിയ പാടാ കുഴിയൊക്കെ കൂട്ടാം. കുഴിയൊക്കെ കൂട്ടി ഞങ്ങളന്ന് പൈപ്പായിരുന്നു, മരം മുളകളിലായിരുന്നു. ഞങ്ങൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് മുളകളായിരുന്നു ഈ 52 സംഘടനകളുടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഞങ്ങളത് ഈ 2 ഇഞ്ച് മണ്ണുള്ള പൈപ്പിലേക്ക് മാറി. ഇന്നീ കാണുന്ന കൊടികളെല്ലാം പൈപ്പിലേക്ക് മാറിയത് അതിനുശേഷം ഉള്ള വർഷങ്ങളിൽ. അത് ആ 2ാമത്തെ ഞായറാഴ്ച ആ കൊടികളൊക്കെ ഉയർത്തിയ ശേഷം പിന്നെ ഓരോ സ്ഥലങ്ങളിലും വിവിധ പരിപാടികൾ നടത്തും. അതായത് സംഘടനകളുടെ പരിപാടികൾ നടത്തും, കാർണിവൽ കമ്മിറ്റിയുടെ പരിപാടികൾ നടത്തും. ഞങ്ങൾ ആദ്യമൊക്കെ കേന്ദ്രീകരിച്ച് കടപ്പുറത്തായിരുന്നു. അന്ന് നല്ല ബീച്ചുണ്ടായിരുന്നു. അന്നൊരു അവിടെ പപ്പ കോർണർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പപ്പാഞ്ഞിനെ എല്ലാം കത്തിച്ചിരുന്നത് കടപ്പുറത്ത് വെച്ചാണ്. കടപ്പുറത്താകുമ്പോൾ ധാരാളം ആളുകൾക്ക് വന്നിരിക്കാനും പരിപാടികൾ ആസ്വദിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലം മുതൽ ഇത് കടപ്പുറത്താണ് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10 വർഷമായിട്ടുള്ളൂ കടപ്പുറം നഷ്ടപ്പെട്ടു. ഒരു 30-32 വർഷമായിട്ടുള്ളൂ ഞങ്ങൾക്ക് കടപ്പുറം നഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ പരേഡ് ഗ്രൗണ്ടിലേക്ക് ഇത് മാറ്റിയത്. LNG ടെർമിനൽ വന്നപ്പോൾ നമ്മളുടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് മാറിയപ്പോൾ നമ്മളെ കര കംപ്ലീറ്റ് പോയി. അതെല്ലാം കടലെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കരയില്ലാതായി. അങ്ങനെയാണ് ഞങ്ങളിത് ഈ പരേഡ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയത്. അതിനുശേഷം പണ്ടെല്ലാം ഇത് നടത്താൻ നേരത്തെ ആവേശം എന്ന് വെച്ചാൽ ആൾക്കാരുടെ ബഹളവും എല്ലാം ഉണ്ടായിരുന്നു. ഇതിനൊരു ശരിക്കും പറഞ്ഞ ഒരു അടുക്കും ചിട്ടിയൊക്കെ അന്ന് ഉണ്ടായിരുന്നില്ല. കാര്യം നമ്മുടെ ആളുകൾ അങ്ങനത്തെ ഒരു കൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആൾക്കാരാണ്. ഇവിടെയുള്ള ഒരു ഇടത്തരം ആൾക്കാരും അതുപോലെ തന്നെ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരും മീൻ പിടിക്കുന്ന ആൾക്കാരും എല്ലാം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ എല്ലാം ആ കൾച്ചർ ആണ് അന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഇതിനെല്ലാം മാറ്റം വന്നു. ഇന്ന് കാണുന്ന ഈ കാർണിവൽ ഒട്ടനവധി മാറിയിട്ടുണ്ട്. ഈ നമ്മൾ 84 കണ്ടിരുന്ന കാർണിവലൊന്നുമില്ല. ഇന്ന് അതിനൊരു അടുത്തും ചിട്ടയൊക്കെ വന്നൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കമ്മിറ്റി ഉണ്ടായി. അങ്ങനെയുള്ള കുറേ പരിപാടികൾ കൃത്യമായിട്ടുണ്ടായി. ഓരോ പരിപാടിക്കും അതാത് തീയതികളുണ്ടായി. ആ തീയതികളിൽ ആ പരിപാടികളൊക്കെ എന്ത് നടന്നില്ലെങ്കിൽ ആ പരിപാടികൾ കൃത്യമായിട്ട് നടക്കും. ഞാൻ ഇങ്ങനൊരു കാര്യം കേട്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കാലശേഷമാണെങ്കിലും നേവിക്കാരാണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നോ അതിനെക്കുറിച്ച് എന്താ പറയുക? അതിനുശേഷം ഈ ഞാൻ പറഞ്ഞില്ലേ ഓരോ പരിപാടികളും ഇപ്പോൾ ആദ്യത്തെ പരിപാടിയാണ് നേവിയുടെ യുദ്ധസ്മാരകത്തിൽ സോൾഡാറ്റി ഡേയുടെ പരിപാടി. ആ പരിപാടി ഇപ്പോൾ നേവിയുടെ നാഷണൽ കലണ്ടറിൽ അതിൻ്റെ ഒരു ഡേറ്റ് പിടിച്ചേക്കണേ. അത് എന്നും ഡിസംബർ 2ാമത്തെ ഞായറാഴ്ച. ആ പരിപാടിയാണെന്ന് ഡൽഹിയിൽ ചെന്ന് നേവിയുടെ കലണ്ടറിൽ നോക്കി കാണാം. കൊച്ചിൻ കാർണിവൽ സോളിഡാരിറ്റി ഡേ എന്നുള്ള അത് കാണാം. അപ്പം അത് ഇതൊരു സിസ്റ്റമായപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ ഞായറാഴ്ചയാണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മളിപ്പോൾ കടപ്പുറത്ത് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ വാസ്കോഡഗാമ സ്ക്വയറിൽ ഈ 100 ഫ്ലാഗ് വെച്ചേക്കണം. കടപ്പുറം എന്നുണ്ടാണ് അന്ന് ഈ ഫ്ലാഗെല്ലാം അങ്ങോട്ട് മാറ്റും. കടപ്പുറത്ത് ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല കാറ്റത്ത് പറന്ന് കൊടികളൊക്കെ നിൽക്കുമ്പോൾ അതിനൊരു ഭംഗി വേറെയാണ്. കപ്പലിൽ നിന്ന് പോകുന്ന നേരത്തെ അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ബോട്ടുകൾ പോകുമ്പോഴെല്ലാം ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതൊരു ആ ഇതിലേക്ക് മാറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അത് ഇനിയുള്ള തലമുറ ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരു എന്ന് വെച്ചാൽ അന്ന് ഞങ്ങളൊക്കെ വളരെ യങ്ങായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയത്. ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഇതിലേക്ക് എത്തി. എന്നിരുന്നാലും ഞങ്ങളെല്ലാം ഇതിൻ്റെ പുറകിലുണ്ടാവും.